രാധാകൃഷ്ണൻ വടക്കടുത്ത് കോഴിക്കോട് കൃഷിഭവനിൽ നിന്ന് എനിക്ക് ഫ്രീ ആയി കിട്ടിയിരിക്കുന്ന 2 വിത്തുകളായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. അതിലൊന്ന് നശിച്ചുപോയി, ഒന്ന് ഞാനിങ്ങനെ ടെറസിൻ്റെ മുകളിൽ പിടിപ്പിച്ച്. അപ്പോൾ അതിങ്ങനെ ഒരു 1.5 വർഷത്തിന് മുമ്പാണ്. അതങ്ങനെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായി അതിപ്പോൾ പുഷ്പിച്ച് കായായി മാറിയിരിക്കുകയാണ്. ഇതിന് വലിയ പണികളൊന്നുമില്ല. ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നത് എല്ലുപൊടി, ചാണപ്പൊടി, അതുപോലെ പിണ്ണാക്ക്, പിണ്ണാക്ക് ഇതുപോലെ സാധനങ്ങളാണ്. ഇപ്പോൾ അത് പുഷ്പിച്ച് കായായപ്പോൾ എനിക്ക് വളരെയധികം രസം തോന്നി. അപ്പം നമുക്ക് അത് ഒരു വിളവെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. 4 കായാണ് ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒന്ന് വിളവെടുത്ത് നോക്കി നമുക്ക് അതിനെപ്പറ്റി രുചിച്ച് നോക്കാം. അപ്പം അതിനെപ്പറ്റി ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിളവെടുക്കാൻ പോവുകയാണ്. ആ വിളവെടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇതാണ് വിളവെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഗുണവിവരങ്ങൾ അറിയാൻ. ഇത് വളരെ ഇപ്പോൾ ചെറുതാണ്, ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് അത്രയ്ക്ക് ഇത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിതൊന്ന് മുറിച്ച് എറിയെടുക്കട്ടെ ഞാൻ ആദ്യം. അപ്പം ഞാൻ ഇവിടെ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ചുവന്ന കളറുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കത് നല്ല വൃത്തിയായിട്ട് തിന്ന് നോക്കട്ടെ, രുചി എങ്ങനെയുണ്ടെന്ന് അറിയല്ലോ. നല്ല ചുവന്ന കളറാണ്. അപ്പം ഞാനത് തിന്നാൻ നോക്കുകയാണ് കേട്ടോ. നല്ല മധുരമുണ്ടോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മാതിരില്ലല്ലോ. അത് മൂക്കാതെ നല്ല പഴുപ്പില്ലാത്ത സാധനമായിരിക്കും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കടയിലുള്ളത് അത്ര മധുരം ഉണ്ടാവില്ല, നല്ല രുചിയുണ്ട്. നല്ല ഒറിജിനൽ സാധനമാണ് മക്കളെ. ഇതിപ്പോൾ 2-3 ഉള്ളൂ. ഇത് പഴുത്ത് പാകമായിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ബാക്കിയും കൂടി ഞങ്ങൾ പറിക്കും. ആ പറിച്ച് കഴിയുന്നതിന് മുമ്പേ ഇത് ഒറിജിനലായിട്ട് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 ദിവസത്തിനുള്ളിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇത് കാണുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറിച്ചു പോകും, അത് കിട്ടില്ല. ഇതിൽ ധാരാളം ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ വിറ്റാമിൻസുകളും ഒക്കെ ഉണ്ടെന്നാണ് വിദഗ്ധന്മാരായ ആളുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഗുണകരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറിൽ എത്തിപ്പെട്ട് ഇത് കാണാൻ ആഗ്രഹിക്കാം. നേരിട്ട് കാണാൻ നമ്മുടെ നാട്ടിൽ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം.